നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലെസ് കോണ്ടാക്റ്റിലിരിക്കുന്ന നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിച്ച് എപ്പോഴും സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ് കേട്ടോ. ഈ ഒരു റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് സ്നേഹമുണ്ടോ, എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള വികാരം, അത് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള വികാരം എന്ന് നിങ്ങൾക്ക് തന്നെ ഈ ഒരു റീഡിങ്ങിൽ അറിയാൻ സാധിക്കും. ഇപ്പം നിങ്ങൾ ഒരു കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോകുന്ന റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇതുപോലത്തെ റീഡിങ് കാണരുത് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത അത് ഓവർ തിങ്കിങ്ങിലേക്ക് പോകും, നെഗറ്റീവ് തോട്ട്സിലേക്ക് പോകും. അതുകൊണ്ടാണ് കേട്ടോ നെഗറ്റീവ് എനർജീസിനെ അട്രാക്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നത്. റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട്, അത് റിലേഷൻഷിപ്പ് ആവട്ടെ, നിങ്ങളുടെ കരിയറിൽ ഉണ്ടാകുന്ന ബ്ലോക്കേജ് ആവട്ടെ, സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്കേജ് ആവട്ടെ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ബ്ലാക്ക് മാജിക്ക് വന്നത്, ഇതിനെക്കുറിച്ചിട്ടൊക്കെ റീഡിങ് അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. കൂടാതെ നിങ്ങളിപ്പോൾ ഒരുപാട് പ്രശ്നത്തിലാണ്. അത് റിലേഷൻഷിപ്പ് ആവാം, ദാമ്പത്യമാവാം, കരിയറിലുള്ള ബ്ലോക്കേജ് ആവാം, സാമ്പത്തിക ബുദ്ധിമുട്ടാവാം, ഒരുപാട് അസുഖങ്ങൾ, നെഗറ്റീവ് എനർജി. ഇപ്പോൾ അസുഖങ്ങളൊക്കെ വന്നിട്ട് നിങ്ങൾ എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും നിങ്ങൾക്കത് മാറുന്നില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം, അതൊക്കെ നമുക്ക് റീഡിങ്ങിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അസുഖമാണോ നിങ്ങളുടെ പ്രശ്നം, അതോ എവിടെന്നെങ്കിലും നിങ്ങൾ ക്യാരി ചെയ്യുന്ന നെഗറ്റീവ് എനർജിയാണോ? അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പരിഹാരവും ചെയ്തു തരുന്നതാണ്. പരിഹാരമായിട്ട് തരുന്നത് ബ്രേസ്ലെറ്റ്സ് ആണ്. അത് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഉപയോഗിച്ച് കസ്റ്റമൈസ് ചെയ്ത് തരുന്ന ബ്രേസ്ലെറ്റ് ആണ്. ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്, തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ്, കരിയർ ബ്ലോക്കേജിനുള്ള ബ്രേസ്ലെറ്റ്, മണി ബ്ലോക്കേജ് ബ്രേസ്ലെറ്റ്സ്, ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റ്സ്. ഇത് ജാതിയോ മതമോ ഒന്നുമില്ലാതെ, അതായത് അങ്ങനത്തെ ഒരു ഡിഫറൻസും ഇല്ലാണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്സ് ആണ്. ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോയിൽ അത് പറയുന്നത്. ബ്രേസ്ലെറ്റ് യൂസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ തരുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതും എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമഃ ശിവായ. നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. ഇനി നമുക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഓരോ റീഡിങ് പറയുമ്പോഴും നിങ്ങൾ ആലോചിക്കുക, യഥാർത്ഥത്തിൽ അതാണോ നിങ്ങൾക്ക് ഉള്ളത് എന്ന്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് ഒരു തരം അഡിക്ഷനാണ്. അഡിക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് നാളിന് മുന്നേ വരെ, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാവുന്ന ആ ഒരു ടൈം വരെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്കൊരു തരം കരുതലും സ്നേഹവും ഒരു തരം അപ്രോച്ച് ഉണ്ടായിരുന്നു. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്ത രീതി, ആ ഒരു രീതിയിൽ നിങ്ങൾ ശരിക്കും അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കത് മിസ്സ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ ആ ഒരു പഴയ സ്നേഹവും ആ പണ്ട് നിങ്ങളുടെ വ്യക്തി എന്താണോ നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചേസിങ്ങിലായി. മനസ്സിലായോ? ആ ഒരു വ്യക്തി നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തുള്ള ആ ഒരു സ്നേഹം അത് പോയി. നിങ്ങൾ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സ്നേഹമുണ്ട്. പക്ഷെ ഇവിടെ ഒരു തരം അഡിക്ഷനാണ് കാണിക്കുന്നത്. പണ്ട് ആ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് എന്തായിരുന്നോ അത് നിങ്ങൾക്ക് തിരിച്ച് കിട്ടണം. ആ ഒരു സ്നേഹവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്ന് പറയുന്ന ഒരു തരം അഡിക്ഷൻ. ഇവിടെ അടുത്ത കാര്യമായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്ത് ആ ഒരു സ്റ്റേജില്ലേ, ഇപ്പോൾ കുറേ പേര് കല്യാണം കഴിച്ചവരാണ് എന്നുണ്ടെങ്കിൽ അത് കല്യാണത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരു ഫാമിലിയെ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട്, അത് നിങ്ങളുടെ എഫേർട്ടാവാം, നിങ്ങളുടെ ടൈം ആവാം, നിങ്ങളുടെ സാമ്പത്തികമാവാം, അത് നിങ്ങളുടെ എന്തുമാവാം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ എല്ലാ എനർജീസും നിങ്ങൾ എഫേർട്ട് ഇട്ടു.
നിങ്ങളുടെ എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിന്നത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്കതങ്ങോട്ട് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അത് ഇല്ലാതായി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല, അത് തകർന്നു പോയി എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു ഉദ്ദേശമാണ്. മനസ്സിലായോ? നിങ്ങൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയിപ്പോയി. അയ്യോ, നിങ്ങളുടെ പൈസ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ നിങ്ങൾ സമയം കൊടുത്തത്, നിങ്ങളുടെ എല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളെപ്പോലും നോക്കാതെ നിങ്ങൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അതങ്ങ് വെറുതെ ആയിപ്പോയല്ലോ, വെള്ളത്തിൽ വരച്ച ഒരു തരം വരയായിപ്പോയല്ലോ എന്നുള്ളൊരു ചിന്ത നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു കാര്യം കൊണ്ടിട്ടാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയെ ലൈഫിലേക്ക് തിരിച്ചു വേണം എന്നുള്ള ഒരു വെപ്രാളം അതൊക്കെ വരുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത്, ആ ബിൽഡ് ചെയ്ത അതിൻ്റെ ബെനിഫിറ്റ് മുഴുവനും ഇപ്പോൾ തേർഡ് പേഴ്സൺ ആയിട്ടുള്ള മറ്റാരും അനുഭവിക്കുന്നു. അതൊന്നും നിങ്ങൾക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിങ്ങൾ അനുഭവിക്കേണ്ട സൗഭാഗ്യങ്ങൾ, നിങ്ങൾ അനുഭവിക്കേണ്ട കുറേ സമ്പത്തുകൾ, കുറേ ലക്ഷറി എന്ന് വരണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ അനുഭവിക്കേണ്ട പല കാര്യങ്ങളും ഈ ഒരു തേർഡ് പേഴ്സൺ അനുഭവിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങളിൽ നിന്നും വാങ്ങിച്ചിട്ടുള്ള പല സാധനങ്ങളും, അത് സമ്പത്താവാം, കാശാവാം, അല്ലെങ്കിൽ ഗോൾഡ് ആവാം, അതൊക്കെ തേർഡ് പാർട്ടി യൂസ് ചെയ്യുന്നു. നിങ്ങളുടെ വ്യക്തി കൊണ്ടുവന്ന് തേർഡ് പാർട്ടിക്ക് കൊടുത്തു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ കെട്ടിപ്പൊക്കിയതാണ് ഇത്രയും കാര്യങ്ങൾ, നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടത്, നിങ്ങൾ കാശ് കൊടുത്തത്, അവർക്ക് ഒരുപാട് സഹായം ചെയ്തു കൊടുത്തത്. അതപ്പോൾ മറ്റൊരാൾ യൂസ് ചെയ്യുന്ന നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം അത് നിങ്ങളുടേതാണ്, നിങ്ങളുടെ മാത്രം എന്നുള്ളൊരു ചിന്ത അവിടെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അനുഭവിക്കേണ്ടതെല്ലാം മറ്റൊരാൾ അനുഭവിക്കുമ്പോൾ അതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. അതും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ടോട്ടൽ പറയുവാണെങ്കിൽ, ഞാൻ ഓരോന്നും ഇപ്പോൾ പറയാം എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം എന്നുള്ളത്. ഇവിടെ സ്നേഹം എന്നുള്ളൊരു വികാരമല്ല ഇവിടെ കാണുന്നത്. ഇവിടെ ശരിക്കും നിങ്ങൾ തോറ്റുപോയി എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നു. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ തോറ്റുപോയല്ലോ, ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളിൽ എന്തോ കുറവുണ്ടായിരുന്നു, ആ ഒരു കുറവ് കാരണമാണല്ലോ നിങ്ങളുടെ വ്യക്തി പോയത്. ആ ഒരു എന്താ പറയണ്ട, ആ ഒരു തോൽവി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടല്ലോ, ആ ഒരു തേർഡ് പേഴ്സൺ ആരും ആവട്ടെ, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ശരിക്കും ഫൈറ്റ് ചെയ്ത് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കത് സ്വസ്ഥതയില്ല. മനസ്സിലായോ? നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരോ ഇരിക്കുന്നു, അതൊക്കെ നിങ്ങൾക്ക് ഒട്ടും തന്നെ ഓർക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇരുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു. കല്യാണം കഴിച്ച് വേറെ എവിടെയെങ്കിലും സെറ്റിലാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ടൂറ് പോവുക, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക. അതൊക്കെ ഇപ്പോൾ മറ്റാരോ ആണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സഹിക്കാൻ വയ്യ നിങ്ങൾക്ക്. ശരിക്കും തോറ്റുപോയി എന്ന നല്ല ഒരു ഫീലുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്, ഞാൻ ആ ഒരു വ്യക്തി തിരിച്ചു വന്നാലും നിങ്ങളുടെ അടുത്ത് ആ വ്യക്തി എന്തൊക്കെ തെറ്റുകളാണോ ചെയ്തത് അതെല്ലാം ഒന്ന് ക്ഷമിച്ചിട്ട് ക്ഷമിച്ച് ബാലൻസ് ചെയ്ത് മുമ്പോട്ട് പോകാം. നിങ്ങൾ എത്ര സഹിച്ചാലും സാരമില്ല. അവരെന്ത് തെറ്റാണോ നിങ്ങളുടെ അടുത്ത് ചെയ്തത് അതെല്ലാം നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്. നിങ്ങൾ ശരിക്കും ഭയപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂവ് ഓൺ ആവാൻ പേടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ മൂവ് ഓൺ ആവാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ മൂവ് ഓൺ ആവാതെ അതിൽ തന്നെ പേടിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്നു. ആ ഭയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, തോറ്റുപോയ ഭയം, നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള അഡിക്ഷൻ, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റാരോ നിൽക്കുന്നു, നിങ്ങൾ അനുഭവിക്കേണ്ട പല കാര്യങ്ങളും മറ്റാരോ അനുഭവിക്കുന്നു എന്നുള്ളൊരു ഭയം. നിങ്ങൾ അവിടുന്ന് മൂവ് ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി തിരിച്ചു വന്നില്ലെങ്കിലോ എന്നൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നു. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്നേഹം നഷ്ടപ്പെടുമല്ലോ എന്ന് ഭയപ്പെടുന്നു. ഇവിടെ ഒരു കാര്യം സത്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്നാണോ ആ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത്, ആ ഒരു കരുതൽ നിങ്ങൾക്ക് ഇല്ലാണ്ടായത്, അന്നത്തെ ദിവസം തന്നെ, ആ ഒരു ദിവസം തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള നിങ്ങളുടെ സ്നേഹവും കുറഞ്ഞു തുടങ്ങിയത്.
ശരിക്കും നിങ്ങൾ സത്യം മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കൊരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് ആണുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്ക് സ്നേഹമുണ്ടോ? അതോ ഞാൻ ഈ പറഞ്ഞതുപോലെ, ഈ റീഡിങ്ങിൽ പറഞ്ഞതുപോലെ കുറേ ഭയം, ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ട്രോമാസ്, നിങ്ങൾ ഒരുപാട് ട്രോമ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പണ്ടത്തെ കാര്യത്തിനെ ഓർത്തിട്ട് അത് തിരിച്ചു വേണം എന്നുള്ളൊരു ചിന്ത നിങ്ങളെ ഇങ്ങനെ അലട്ടുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും ആലോചിക്കുന്നില്ല, ഇപ്പം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് മൂവ് ഓൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറാണ്. ആക്ച്വലി നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തു. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇപ്പോൾ ഒരാളെ ഒരു 3-4 ദിവസം ഒന്നും കൊടുക്കാതെ പട്ടിണിക്കിടുമ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും വിശപ്പുണ്ടാവും. എന്ത് കിട്ടിയാലും കഴിക്കണം എന്നുള്ളൊരു ചിന്തയിലേക്കാവും. അങ്ങനെയുള്ളവർക്ക് ഈ ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് കളയത്തില്ലേ, ആ പോർഷൻ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ആർത്തിയോടുകൂടി കഴിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അവർക്കത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നേരെ തിരിച്ച് നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു ബ്രെഡിൻ്റെ സൈഡിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കുമോ? ഒരിക്കലും ഇല്ല. അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് ആരാ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്നേഹം കിട്ടാണ്ടിരിക്കുമ്പം കുറച്ച് ഡ്രോപ്സ് ഓഫ് ലവ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു അടിമയായി നിങ്ങളുടെ വ്യക്തിയുടെ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും കുറേ പരാക്രമങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. നിങ്ങൾ പേടിച്ചിരിക്കുക, ആ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തോട്ട് പോകാത്തൊരവസ്ഥ, ഇപ്പോഴും കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ചിന്തയിൽ സത്യം തിരിച്ചറിയുന്നില്ല. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളുടെ അടുത്ത് ചെയ്തത് എന്നുള്ള സത്യം നിങ്ങൾക്കറിയാം. നിങ്ങളെ ഉപേക്ഷിച്ചു, നിങ്ങളെ കളഞ്ഞിട്ട് മറ്റൊരാളുടെ അടുത്ത് പോയി. നിങ്ങളിൽ നിന്നും കൈക്കലാക്കിയ പല സ്വത്തുക്കളും മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തു. നിങ്ങളുടെ ഇമോഷൻസിനെ വെച്ച് പ്ലേ ചെയ്തു. നിങ്ങളെ ആരും അല്ലാണ്ടാക്കി. ഇവിടെ നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ശരിക്കും നിങ്ങൾ ഒറ്റപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് നല്ലോണം അറിയാം. ചതിക്കപ്പെട്ടു എന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾ വിചാരിക്കുന്നത് ആ വ്യക്തിക്ക് എന്തൊക്കെയോ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് ടൈമും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ആലോചിച്ച് നിങ്ങളുടെ എനർജി അവിടെ കൊണ്ട് വെച്ചിരിക്കുകയാണ്, ആ വ്യക്തിയെ ചുറ്റിപ്പറ്റി. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കറിയാം യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചെയ്തത് എന്താണെന്ന്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയുടെ അടുത്തുള്ള സ്നേഹം മാറിയിട്ട് ഇപ്പോൾ കൂടുതലും നിങ്ങൾക്കൊരു അഡിക്ഷൻ, ടെംപ്റ്റേഷനാണ് ഉള്ളത്. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തണം. നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുത്താത്തിടത്തോളം നിങ്ങൾ അങ്ങോട്ട് മൂവ് ഓൺ ആവാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾക്കിപ്പോൾ കുറേ ആൾക്കാർക്ക് ഇവിടെ ജോബൊക്കെ ഉള്ളതാണെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കാര്യം, നിങ്ങൾക്ക് എന്താണോ പറഞ്ഞിരുന്നത് അത് നിങ്ങൾ ഡെയിലി ആ ഒരു ജോബ് കൃത്യമായിട്ട് ചെയ്യുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മുടക്ക് വരുത്തിയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് ഡിലേ വരുത്തുന്നുണ്ട് നിങ്ങളുടെ കുറേ കാര്യങ്ങളിൽ. നിങ്ങളുടെ കരിയറിലാവട്ടെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിലാവട്ടെ, അതിലൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആക്കി നിങ്ങൾ ആ ഒരു കാര്യത്തിൽ മുമ്പോട്ട് പോകണം. അതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വേണ്ടത്. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബർഡൻ ചുമക്കുന്നുണ്ട്. ആരോ ചുമക്കേണ്ട ഒരു ഭാരത്തെ എടുത്ത് നിങ്ങളുടെ ഷോൾഡറിൽ വെച്ചിട്ട് ചുമന്നുകൊണ്ടിരിക്കുക. നിങ്ങളതൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആവും. ഒന്ന് ശ്രമിച്ചു നോക്ക്. നിങ്ങളതൊന്ന് ഇറക്കി വയ്ക്കുക. അതൊന്ന് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റം വരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാൻ സാധിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും. ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ഒന്നെങ്കിൽ കമൻ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് അയയ്ക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഹീലിംഗ് വേണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഹീലിംഗ് വേണം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്ലോക്കേജ് മാറണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് പരിഹാരം ചെയ്തു തരുന്നതാണ് കേട്ടോ. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഹീലിംഗ് വേണം. നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, പക്ഷെ അതിനകത്തൊന്ന് ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് സന്തോഷം വേണം. ഇതിനൊക്കെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ്സും പരിഹാരങ്ങളും ചെയ്തു തരുന്നതാണ്.
അതൊന്നും ഓർത്തിട്ട് ആരും ടെൻഷൻ അടിക്കുകയോ വിഷമിക്കുകയോ വേണ്ട. നിങ്ങളുടെ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തൊരു സിറ്റുവേഷനും അതിൽ നിന്നും ഓവർകം ചെയ്യാനും ആ സിറ്റുവേഷൻ്റെ പരിഹാരങ്ങളും തടസ്സമായ വ്യക്തികളെ എല്ലാം പൂർണ്ണമായും ലൈഫിൽ നിന്നും മാറ്റിയിട്ട് നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുവരാനും, അതായത് തേർഡ് പാർട്ടിയൊക്കെ ഒഴിഞ്ഞു മാറിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് സന്തോഷമായിട്ട് ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ലഭ്യമാണ്. അത് നിങ്ങളുടെ പേരും, ഒന്നുകൂടെ പറയാണ്, നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കി തരുന്ന ബ്രേസ്ലെറ്റാണ്. കൃത്യമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രേസ്ലെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പിന്നെ കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് റീഡിങ് എടുക്കണം. ഈ ബ്ലോക്കേജ് എന്ന് പറയുന്നത് എന്ത് മൂലമാണ് വന്നത് എന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് തയ്യാറാക്കി തരുന്നത്. ഓരോ ആൾക്കാരുടെ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റും ചെയ്തു തരുന്നത്. ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പിരിയാനുണ്ടായ റീസൺ ഒരു തേർഡ് പാർട്ടി ആണെന്ന് വെച്ചോ. ആ തേർഡ് പാർട്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിരിച്ചതാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തേർഡ് പാർട്ടി റിമൂവർ അത് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ട് തയ്യാറാക്കി നൽകിയാൽ മതി. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ബ്ലാക്ക് മാജിക്ക് വന്നിട്ടാണ് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്പ്ലിറ്റ് ആയത് എന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക് മാജിക് എനർജി റിമൂവ് ആവാൻ വേണ്ടിയിട്ടുള്ളതും കൂടെ ആ ഒരു തേർഡ് പാർട്ടി റിമൂവറിനത് കമ്പൈൻ ചെയ്യണം. മനസ്സിലായോ? എന്നാൽ മാത്രമേ എഫക്റ്റീവ് ആവത്തുള്ളൂ. ഇപ്പം മണി ബ്ലോക്കേജ്, എന്തുകൊണ്ടാണ് മണി ബ്ലോക്കേജ് ഉള്ളത് എന്നുള്ളത് നോക്കണം. അത് എന്തെങ്കിലും ഭാഗ്യക്കേടാണെങ്കിൽ ഭാഗ്യം വരുന്ന കാര്യം കൂടെ അതിനകത്ത് ആഡ് ഓൺ ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ടത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ് വാങ്ങിക്കാനും പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ്സായും രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.